കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ വിഹരിച്ച സെക്സ് റാക്കറ്റ് സംഘത്തിൽ നിന്ന് പരാതിക്കാരി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. പണം നൽകിയ ശേഷം ദുബായിലെത്തിച്ചു. വിദേശത്തെത്തിയ ഉടൻ പാസ്പോർട്ടും ഫോണും സംഘം കൈക്കലാക്കി. നിരവധി തവണ മർദ്ദിച്ചു. ബന്ധുവിന്റെ സഹായത്തോടെയാണ് യുവതി തിരികെ നാട്ടിലേക്ക് എത്തിയത്. ആ യുവതിയുടെ ഓഡിയോ കേൾക്കാതെ. ബലായിട്ട് ഡ്രിങ്ക്സില് എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ്. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഈ ഡ്രിങ്ക്സിലും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോൺ ഇവർ കൈക്കലാക്കിയത് പ്രകാരം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവർ എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതും ഇതെല്ലാം ആയിട്ട് എൻ്റെ ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ. കൊച്ചി DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കേസിലെ ഗുണ്ടാബന്ധവും അന്വേഷിക്കും. നമുക്ക് ആദ്യമായിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടായത്. പിന്നെ അവരെ ഇമെയിൽ അണിക്കാൻ പറഞ്ഞത് ഫോണിനോട് ബന്ധപ്പെട്ട്. പിന്നെ അവരെ വിളിച്ച് ചോദ്യത്തിൽ ഇതാണ് നമുക്ക് നിങ്ങൾ ചില പ്രാവശ്യം നെഗറ്റീവ് ആയിട്ടാണോ എന്താ ഉദ്ദേശം നമുക്കറിയില്ലല്ലേ. അവർ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ പറയരുത് സത്യമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു വയസ്സൊക്കെ ഏജ് അത്രയൊന്നും ഇല്ല. പിന്നെ നമുക്ക് അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കംപ്ലീറ്റ് MO മനസ്സിലാക്കിയത്. ഇവരൊരു വ്യക്തിമെ കോമൺ പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വേറെ ഒരു ബ്യൂട്ടി പാർലർ ജോലിക്കിനാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച് പിന്നെ ഇത് അറിഞ്ഞ് പിന്നെ നമുക്ക് മറ്റൊരു വിക്ടിമും വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒരു ജില്ലയിൽ. പിന്നെ നമുക്ക് അത് ഏകദേശം സെയിം MO ആണ്. പിന്നെ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളത് വേറെ ഒരു മോഡലിംഗ് ജോബാണ്. മോഡലിംഗ് ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും അവരെയും ഇതേ രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ആയപ്പോഴാണ് നമുക്ക് മുൻകൂട്ടി പോയത്. പിന്നെ ആ അന്വേഷണ ശ്രമത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള 1-ാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിൽ നിന്ന് കിട്ടി. സോ ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിതിൻ, സമാനതകളില്ലാത്ത ക്രൂരതയാണ് ആ യുവതി നേരിട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചൂഷണത്തിനിരയായവർ ഇനിയുമുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന വിവരവും. അന്വേഷണത്തിന് ഒരു SIT രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് ഏത് വിധത്തിലാണ്? ഈ കേസിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ജനുവരിയിലാണ് അലീന സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം ഒരു പരസ്യം പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ ദുബായിൽ നടക്കുന്ന ഫാഷൻ ഷോയ്ക്കായി മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും അതോടൊപ്പം തന്നെ മോഡലിംഗിനെയും ആവശ്യമുണ്ടെന്ന് കരുതി ഒരു പരസ്യം പങ്കുവയ്ക്കുന്നു. ഇതിനെ തുടർന്ന് നിരവധി മോഡലിംഗ് ഒക്കെ തന്നെ ഇവരെ ബന്ധപ്പെട്ടു. അതിനുശേഷം സിന്ധുവും അലീനയും മുഖേനയാണ് ഈ യുവതികളെ വിദേശത്തേക്ക് എത്തിച്ചത്. സിന്ധുവും ഇവർക്കൊപ്പം ഈ യുവതികൾക്കൊപ്പം പോയിരുന്നു. അതിൽ ഈ കെണിയിൽപ്പെട്ട ഒരു യുവതിയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഈ യുവതിക്കൊപ്പം സിന്ധുവും ഒപ്പം തന്നെ വിദേശത്തേക്ക് പോയിരുന്നു. നേരെ വിദേശത്ത് ദുബായിലെത്തിയ ഈ യുവതിയെയും നേരെ ഒരു ഫ്ലാറ്റിലേക്ക് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഏതാണ്ട് 8ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു ആശങ്ക ഈ യുവതി സിന്ധുവിനോട് പങ്കുവച്ചു. പക്ഷേ അതിനു പിന്നാലെ ഈ സിന്ധു യുവതിയുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും കൈക്കലാക്കി. അതിനുശേഷം പിന്നീട് നേരിട്ടത് ക്രൂരമായ ഒരു പീഡനമെന്നാണ് ഈ യുവതി വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ യുവതിയുടെ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ബലം പ്രയോഗിച്ച് ഈ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി പല തവണകൾ ഇത്തരത്തിൽ പീഡനം താൻ നേരിട്ടു. മാത്രമല്ല പല ആളുകളെയായി കാഴ്ചവെച്ചു. അതോടൊപ്പം തന്നെ പച്ചവെള്ളത്തിൽ പോലും ലഹരി നൽകിയായിരുന്നു പീഡനമെന്നാണ് ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴായി ഈ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടുകാരിൽ നിന്ന് ഇവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയും ഇവർ പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അതിസാഹസികമായാണ് ഈ സംഘത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടത്. നിലവിലിപ്പോൾ ഈ കേസിൽ ഏതാണ്ട് 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന് അലീന, അതോടൊപ്പം തന്നെ സന്ധ്യ, കൂടാതെ മഞ്ജുവ. ഈ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മാർച്ചിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി ലഭിക്കുന്നതും അതിനുശേഷം
യുവതി ഒരു 164 കൊടുക്കുന്നു. പിന്നീടാണ് അന്വേഷണമായി മുന്നോട്ട് പോയത്. മാർച്ചിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണത്തെ രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. ഇനി കൂടുതൽ പേരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. സംസ്ഥാനത്ത് നിന്നും കൂടുതൽ പരാതികളും അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതികളും ഈ കേസിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ ഗുണ്ടാ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, എത്ര പേരുണ്ട് എന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിലവിൽ 2 പരാതികളാണ് കൊച്ചി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ചൂഷണങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ് ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അന്വേഷണവും ആ തരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? കാരണം എല്ലാം നടന്നിട്ടുള്ളത് വിദേശത്താണ്, ഈ ചൂഷണങ്ങൾ അത്രയും നടന്നിട്ടുള്ളത് ആ ഇടങ്ങളിലായാണ്. അപ്പോൾ എത്ര പേർ ഇതിന് ഇരയായിട്ടുണ്ട്, എത്ര പേർ ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ആ നിലയിലേക്ക് അന്വേഷണം നീങ്ങാനിടയുണ്ടോ? അഖില, ഉറപ്പായും ആ നിലയിൽ തന്നെയാണ് അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നത്. അതിനായി അലീനയും അതോടൊപ്പം തന്നെ മഞ്ജുവിനെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. കൂടാതെ ഇപ്പോൾ പിടിയിലായ 3ാമത്തെ സ്ത്രീയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഈ കേസിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, എത്ര പരാതിക്കാരുണ്ട്, കൂടുതൽ പരാതിക്കാർ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. നിലവിലിപ്പോൾ 2 പേരാണ് പരാതിക്കാരെ ഉള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതികളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണമായി മുന്നോട്ട് പോയാൽ മാത്രമേ ആ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഈ വിശദാംശങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. 3ാമത്തെ സ്ത്രീ യുവതി, അതായത് ഈ കേസിലെ 3ാമത്തെ പ്രതിയെ പിടികൂടിയാൽ മാത്രമേ ഇത് കൂടുതൽ വിശദാംശങ്ങൾ ആരൊക്കെ പെട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എത്ര പരാതിക്കാരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും ആ നിലയുടെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഓക്കെ, എന്തായാലും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ആ പെൺകുട്ടി നേരിട്ടിട്ടുള്ളതെന്നാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം ദ്രുതഗതിയിൽ നീങ്ങുകയാണ്. ഒരു SIT രൂപീകരിച്ചിരിക്കുന്നു, ആ തരത്തിലേക്ക് നീങ്ങുന്നു. വിദേശ ബന്ധം അടക്കം പരിശോധിക്കും. വിദേശത്താണ് ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ അത്രയും നടന്നിട്ടുള്ളത്. ആ തലത്തിലേക്കും അന്വേഷണം നീങ്ങാൻ ഇടയുണ്ട്. എന്തായാലും നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകുന്നത്.